ദിവസമായി കഴിച്ച് നമ്മൾ വന്നിട്ട്. അപ്പോൾ എന്താ കാരണം എല്ലാം പറഞ്ഞു. കുറേ പേര് നമ്മളെ അന്വേഷിച്ചു, കുറേ ആയാലും വീഡിയോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് ഇട്ട് വ്ളോഗ് കണ്ടില്ല. അപ്പോൾ ലാസ്റ്റ് എന്നല്ല, ഒരു വ്ളോഗായിട്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്ന വെള്ളച്ചാട്ടത്തിൽ അതിൽ ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടതേ ഇല്ല. അതായത് നീ വീഡിയോ എടുക്കാൻ പറയുമ്പോൾ പിന്നെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ടച്ച് ആകുന്നു, അല്ലെങ്കിൽ നീ എന്നോട് അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ രണ്ടുപേരും വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് നീ അവിടെ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ എന്നോട് എന്താ പറഞ്ഞ ഓർമ്മയില്ല. അതാ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേയോ വീണിട്ട് എന്തും പോയി കഴിഞ്ഞാല് അത് ശരിയാക്കാനുള്ള ഗതി ഇല്ല ഗൈസ് എന്ന് ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലത്തെ അതായത് ആ ഫോണ് കുറച്ച് ദിവസം കഴിഞ്ഞ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേ പോയി വീണിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അതിന് പിന്നെ ഗോപ്രോ ഉണ്ട്, പക്ഷെ ഗോപ്രോയിൽ എടുത്തു കഴിഞ്ഞാലും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും എന്ത് വേണം, ഫോൺ വേണം അല്ല. ലാപ്ടോപ്പിൽ ഇട്ടാലാവും, പക്ഷെ എന്നാലും എന്താ പറയുക, നമുക്ക് സ്പീഡ് മൊത്തം ഫോണിൽ തന്നെ ഇട്ടാക്കിയിട്ട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിലങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം ബ്രേക്ക് ഇട്ടിരുന്നു. പിന്നെ ഭയങ്കര മടി പിടിച്ചാലോണം. ബാക്കി എന്താ വിശേഷം പറയും? ബാക്കി നല്ല വിശേഷമാണ്. ഇപ്പം ഒന്നാമത് ഇപ്പം ഹെയർ മെയിനായിട്ട് ഇപ്പം ഹെയർ കെട്ടി വെക്കാത്തത്. ഞാൻ നോർമലി ഹെയർ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഹെയർ കെട്ടി വെക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഹെയർ കെട്ടി വെക്കാത്തത് ഇപ്പം മുടി ഇങ്ങനെ ചെയ്തേ കൊണ്ടേ കെട്ടി വെക്കുമ്പോൾ അപ്പം തന്നെ അവിടെ ഇങ്ങനെ ഒരു മടക്ക് വരും. സോ ചെയ്തതല്ലേ, അപ്പോൾ കുറച്ച് വാല്യൂ കൊടുക്കും. 5 പൈസ ഇല്ലേ അതിന്റെ ഇടക്ക് തന്നെ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നമ്മളെ ലൈഫ് എന്താ ആക്ച്വലി. എന്നാലും കൈ വേനെടുക്കണം. എന്നാലും റിച്ച് അല്ലെങ്കിലും റിച്ച് പോലെ ജീവിക്കുന്നില്ലേ, അതാണ് കാസർഗോഡ് അല്ലേ. മാഷാ അല്ലാ. പിന്നെ വേറെന്താ പറയാനുള്ളത്, നമ്മളെ കുറേ പേര് അന്വേഷിച്ച് അതിലൊരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് വീഡിയോയിലെടുത്തിന് അതിനെ എഡിറ്റ് ചെയ്യാൻ എന്താക്കുമെന്ന് അറിയില്ല. എന്നാലും ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിൽ MB മാത്രമല്ല ഭയങ്കര ഹാങ് ആണ്. അത് 2G അല്ല സാധനം, റാം കുറവായിട്ട് നല്ല ഹാങ് ആവും. നമ്മളെ റോഡ് ഉണ്ടാ അപ്പുറത്തെ കയ്യിൽ പറ്റോ? അപ്പുറത്തെ കൈ വേദന കൈ പറ്റോ? അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഫോണൊക്കെ റെഡി ആക്കിയിട്ട് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. ഇൻഷാല്ലാ നമ്മളെ ഡെയിലി വ്ളോഗ് ഇൻഷാല്ലാ ഇടും. ഇപ്പൊ എനിക്ക് കുറെ പരിപാടി ഉണ്ട്, നമ്മൾ കുറെ മടി പിടിച്ചിരുന്ന് ഇനി കൊറേയൊക്കെ ബ്രേക്ക് ആയത്. അപ്പോ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ഇനി കമ്മിങ് സൂൺ, അതായത് ഇനി കുറെ പരിപാടി ഉണ്ട്. സഫ പാട്ട് പാടാൻ പോവുകയാണ്. നമുക്ക് പാട്ട് പാടുന്ന വീഡിയോയിൽ ഇനി വരാനുണ്ട്. അതും കൂടിയുള്ള കുറവുള്ളൂടി. ഓക്കെ, പാട്ട് പാടാനൊന്നും അറിയില്ല, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹം പാടാൻ വേണ്ടി പോണുണ്ട്. അപ്പൊ പാട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, അപ്പൊ അതില് 2 പാട്ടിലായിട്ടൊരു ഫീമെയിലിന്റെ ഉണ്ട്. അപ്പൊ ഒന്ന് പാടോ എനിക്ക് വേണ്ട ഒരു ആഗ്രഹത്തിന്. ഞാൻ പറഞ്ഞ പാടാം, ആഗ്രഹമല്ലേ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം സ്റ്റുഡിയോയിൽ പോയിട്ട് പാട്ട് എങ്ങനെയുണ്ട്. സ്റ്റുഡിയോയിൽ ഞാൻ പറഞ്ഞു മേനു മാത്രം മതി, വേറെ ആരും വേണ്ടാന്ന്. ഇൻഷാല്ലാ ആ പാട്ട് വരുന്നൊക്കെ മേനാസ് മേനു മ്യൂസിക് ചാനലിലായിരിക്കും എന്തായാലും. അപ്പൊ എല്ലാരും ആ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും മേനുവിന്റെ പാട്ട് നന്നായി ഇറങ്ങി, സ്പോട്ടിഫൈലൊക്കെ ഇറങ്ങിയല്ലേ.
ഷോർട്സ് ആണ് ചെറിയ, അതായത് ഓൾറെഡി റിലീസായ പാട്ടാണ്. തൻസീർ കൂത്തുപറമ്പിന്റെ പാട്ടാണ്. അപ്പൊ റീമേക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആഗ്രഹം തീർക്കാൻ വേണ്ടിട്ട് തൻസിക്ക് എങ്ങനെ പാടാൻ ഒരു ഇത് തന്ന്. അപ്പൊ ഇൻസ്റ്റയിൽ അപ്പൊ പാട്ടുള്ളതൊക്കെ നിങ്ങൾ റീൽ ചെയ്ത് ഇടുക, നമ്മളതൊക്കെ റീൽ ചെയ്തിട്ടുണ്ട് കാര്യം പാടിക്ക്. ഇൻഷാ അല്ലാ. അപ്പൊ എന്തായാലും ആ ചാനല്, അതായത് ഈ മ്യൂസിക് ചാനൽ ഞാൻ പാടിയ പാട്ട്, ഇനി നമ്മൾ പാടിയ പാട്ടൊക്കെ വരുന്ന ചാനലുണ്ട്. അത് മേനാസ് മേനു എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ചാനലാണ്. അപ്പൊ എന്തായാലും അത് കാണാത്തവരുണ്ടെങ്കിൽ, കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇനി ഒരു സ്ഥലത്തേക്ക് എത്തി ട്രാഫിക് സഫൂന്റെ എന്റെയും പാട്ടെല്ലാം അതിൽ വരുന്നതായിരിക്കും. എല്ലാതും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ വയസ്സ് ഇവിടെ പുതിയ പുതിയ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. വെറുതെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കട്ടെ. തരല നോക്കട്ടെ. നല്ല സുഖം. ഞാനായിട്ട് ഫേസ് പൊന്തിക്ക്, തല പൊന്തിക്ക്, ഇങ്ങോട്ട് നോക്കട്ടെ, എക്സ്പ്രഷൻ കാണട്ടെ. ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത മനുഷ്യനാണ്. മുടിയൊക്കെ ഇപ്പൊ സ്ട്രൈറ്റ് ചെയ്തൊക്കെ മുടി കളഞ്ഞ കശി. അവിടുത്തെ ചേച്ചി നോക്കണം, അവര് പറയാം സ്വർണം വാങ്ങിട്ട് നിങ്ങൾ അവിടെ തന്നെ വെച്ചു. ഇതെന്താ സാധനം? ഇതെന്താ എന്താ സാധനം? ഇതെന്താ ചേച്ചി? കേട്ടില്ല. അറിയായിരുന്നു, വെറുതെ പറയല്ലേ. കഴുത്ത് മസാജ് ചെയ്യുന്ന സാധനം. പക്ഷെ നീ വിചാരിച്ച അപ്പൊ നമ്മളിവിടെ വന്നപ്പോ ഏതോ ഒരു വ്ളോഗേഴ്സ് ആണെന്ന് തോന്നുന്നു നമ്മുടെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത്. മേനുവിന്റെ നെയ്ബർ അത്ര ചങ്ങായിയാണ്. നമ്മുടെ എന്തൊക്കെ ചോദിച്ചു, എന്തോ ക്വസ്റ്റ്യൻ. പക്ഷെ അക്കുവില് പിടുത്തം കിട്ടിയിട്ടില്ല എന്താ ക്വസ്റ്റ്യൻ എന്നുള്ള. ഞാനെന്തൊക്കെയോ പൊട്ടത്തര ഉത്തരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് ബേബി സെക്ഷനിൽ ഇങ്ങനെ അവള് സെർച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സത്യം പറയും? ഇവിടെ എന്താ ഇങ്ങനെ സെർച്ച് ആയിക്കൊണ്ടിരിക്കണേ? ഒന്നല്ല, പെട്ടെന്ന് ഇതിലേക്ക് കണ്ണുപോയത്. കുഞ്ഞിന് കുറുക്ക് കൊടുക്കുന്നത്. ആരഞ്ഞി കൊടുക്കാൻ? എനിക്കും തിന്നാലോ. ഞാൻ സെർലാക്കിന്റെ അവിടെ പോയി ഇങ്ങനെ നോട്ടിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം സെർലാക്കിനെ. ഫുള്ള് ബേബി സെക്ഷനിൽ ഇങ്ങനെ ഇടക്കിടക്ക് കണ്ണുണ്ട്. എന്തങ്ങനെ എങ്ങനത്തെ ഒരു നോട്ടം നോക്കുന്നത്? വെറുതെ മാഷാഅല്ലാഹ് ഇൻഷാഅല്ലാഹ് ഒരുമിച്ച് പറഞ്ഞോണ്ട്. അതെ അതെ അതെ. വേറൊരു ദിവസം കൊറേ സമയത്ത് ആടെന്നെ ഇങ്ങനെ നിക്കണ. ആരെന്താ നോക്കണേ? എന്താ നോക്കണേ? ഷോപ്പ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഇവിടെ കൊണ്ടുവച്ചത്. വെറുതെയാ ഈ വന്ന ഇങ്ങോട്ട് നമുക്ക് വേണ്ടിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്. നമ്മക്ക് വേണ്ടിട്ടോ? അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ എന്താ പരിപാടി? ചോക്ലേറ്റ്സാ? കിൻഡർ ജോയ്. അയ്യോ എന്താ ചെയ്യും? ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചത്. എന്താ പറഞ്ഞാല് നമ്മ എന്തായാലും കൊടുത്ത് കഴിഞ്ഞിട്ടല്ലേ വീഡിയോ ഇടുള്ളൂ. അതന്നെ വീഡിയോ എടുക്കൂലോ പോകുമ്പോള്. ഇല്ലല്ലോ, ഞാൻ എടുക്കും. ആടുന്ന് അവരൊന്നും എടുക്കല്ല. അവരെടുക്കണ്ട, അസ്വാൻ എടുക്കാലോ. ഓക്കെ, ചോക്ലേറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് ഓക്കെ ബാ. അപ്പൊ ഗൈസ് നമ്മൾ ഷോപ്പ്രെക്സിലെ ഫസ്റ്റ് ഇൻട്രോ എടുത്തപ്പോ നമ്മള് എവിടെ പോണേന്നൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞാല്. അതായത് നമ്മള് പ്ലാൻ ആക്കിയിട്ടില്ല അങ്ങനെ. ഇത്ര ഞാന് വേറെ കുളിച്ചോണ്ടിരുന്നപ്പോ വെറുതെ ട്രയൽ എടുത്ത് പോയിട്ട് ഗൈസ് നമ്മള് ഷോപ്പിങ്ങിന് പോണേണ്, അതിന്റെ ഇടയിൽ വേറെ സ്ഥലത്ത് പോകും. അതൊരു സർപ്രൈസ് ആണ്. ഷോപ്പിംഗ് എനിക്ക് താല്പര്യം ഇല്ല ഇടാൻ.
കാരണം എപ്പോഴും ഓരോന്ന് മുന്നേ ഇട്ടിട്ടിട്ട് ഇത് സത്യം പറഞ്ഞ ഷോപ്പിംഗ് അല്ല. ഇപ്പൊ വീട്ടിലിപ്പോ ചില മഞ്ഞപ്പൊടി തീർന്ന് അങ്ങനെ കുഞ്ഞു സാധനങ്ങൾ തീരുമ്പോ നമുക്ക് വരും, അങ്ങനെ വാങ്ങിക്കല്ലേ. എന്നിട്ട് കുഞ്ഞു സാധനം വന്നാൽ നമ്മളെന്തൊക്കെ അറിയോ, എന്തെങ്കിലും പുതിയ വന്നിനോ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ചുറ്റി പോയാൽ തന്നെ പോയി നോക്കും, ഇങ്ങനെ വെറുതെ സമയം കളി. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാണാനായിട്ട് നല്ല ഇഷ്ടമാണ്, അങ്ങനെ കാണാം. പർച്ചേസ് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിലും വെറുതെ നോക്കുന്നതിന് പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്നതും നമ്മളെന്താക്കും, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കറങ്ങും. അപ്പൊ ഇതില് വേറെ വഴിയൊന്നുമില്ല പോവാൻ. ഞാനപ്പോ വീട്ടിലിരുന്നപ്പോ ഇങ്ങനെ ഇരുന്നപ്പോ ഞാനും മേനുന്റെ അടുത്ത് പറഞ്ഞു, മേനു വെറുതെ ഒന്ന് അസ്വാനെ കാണാൻ പോയാലോ, ജസ്റ്റ് വെറുതെ ചോദിച്ച്. കാരണം അസ്വ അവിടെ അസുവായിട്ട് ഇങ്ങനെ കളിക്കുമ്പോ നല്ല രസമാണ്. അന്നേ നമ്മൾ ആഗ്രഹിച്ചില്ലേ പോണം കൊറേ ആയി പോണം എന്ന് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഒരു വട്ടം പോയിട്ടുള്ളൂ. ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇല്ല കേട്ടോ, നല്ലോണം ഇൻഡിക്കേറ്റർ ഓഫ് ആക്കി, അതില് ലൈറ്റ് ഇല്ലാന്ന്. കൊറേ ആയി പോണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവർക്ക് കുറച്ച് മിഠായി, നമുക്ക് കിൻഡർ ജോയ് ഇഷ്ടമാണ്. കിൻഡർ ജോയ് ഫസ്റ്റ് ഞങ്ങൾ മീറ്റ് ആക്കിയ ഒരു ദിവസമുണ്ട് ഞാൻ അസ്വയം. അത് നല്ല ഫ്ലോപ്പ് വീഡിയോ ആയി പോയി. ഞാൻ അവർക്ക് കിൻഡർ ജോയിന്റെ വാങ്ങിച്ചിട്ട് വലിയ കാര്യത്തില് വീഡിയോ എടുത്തത് അന്ന് ഫോട്ടോ ഡിസ്പ്ലേ പോയി. അന്നത്തെ വല്ലാത്ത കോമഡി എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര കോമഡി. കാരണം ഫോണിന്റെ ഡിസ്പ്ലേ പോയിന്, മുന്നേ ഡിസ്പ്ലേ പോയിട്ട് ഒരിക്കൽ മാറ്റിയതാണല്ലോ. അപ്പൊ നമ്മള് ഒരു ഊഹാപോഹം വെച്ചിട്ടാണ് വീഡിയോ എടുക്കലുണ്ടായത്. അങ്ങനെ വീഡിയോ എടുത്ത സമയത്ത് ശരിക്കും കറക്റ്റ് പറഞ്ഞു കൊടുക്കുക, ഡിസ്പ്ലേ പോയിട്ട് ഡിസ്പ്ലേ കാണൂല, അപ്പൊ വീഡിയോ ടച്ചാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഊഹത്തിൽ ഇങ്ങനെ വീഡിയോ എവിടെ ഇരിക്കണേന്ന് അറിയാം, നെക്കണെന്ന് പറയാം. അങ്ങനെ ഒരു ദിവസം ഞാനെന്തേലും ഫ്രണ്ട് ക്യാമറ ഒരു ദിവസം എടുത്ത് വെച്ച അബദ്ധത്തില്. നമ്മള് നോർമലി ഇപ്പൊ ബാക്ക് ക്യാമിലാണ് വീഡിയോ എടുക്കലുണ്ടായത്. ഫ്രണ്ട് ക്യാമറ എടുത്ത് വെച്ചപ്പോ മേനു എന്താക്കി, വീഡിയോ എടുത്തപ്പോ ഫ്രണ്ട് ക്യാമറ ആയിരുന്നു, മേനു ശ്രദ്ധിച്ചില്ല. വീഡിയോ എടുത്ത് മേനു ചിരിക്കുന്നൊക്കെ മേനുന്റെ എല്ലാം ഫ്രണ്ട് ക്യാമറ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല, മേനുന്റെ പല്ല് മൊത്തം ഉണ്ട് ക്യാമറയില്. മേനു ഞാനിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ അസ്വാനെ കാണാൻ വേണ്ടി ഒളിച്ചു നിന്നിട്ട് നമുക്ക് കിൻഡർ ജോയ് എടുക്കണം. അപ്പൊ ഭയങ്കര നാണം. അങ്ങനെയൊക്കെ ഇപ്പൊ എന്താ ഇരുട്ടത്ത് ലൈറ്റിലോടത്തൊന്ന് പറയട്ട. അപ്പൊ ഗൈസ് ഇവിടെ ഇതടച്ചിട്ടേക്കാണ്, ബിക്കോസ് ഇതിലെ ട്രെയിൻ പോണ വഴിയാണ്. ഇതിപ്പോ ഇങ്ങനെ നിന്നാല് ഇവിടുന്ന് അവിടെ നിന്നൊക്കെ ഇത് തുറന്നു കഴിയുമ്പോ എങ്ങനെ ധൃതി പിടിച്ച് അങ്ങോട്ട് പോലും. അതല്ലെന്ന് എല്ലാ റിവേഴ്സിലും ഇങ്ങനെ ആൾക്കാരെ നിക്കുള്ളൂ. അതല്ല എല്ലാ ഗേറ്റിലും ഇങ്ങനെ നിക്കുള്ളൂ. അല്ല, ഇത് ഓണാക്കുമ്പോ സൈഡോ റെഡിയാവും, ബൈക്കാർ മുമ്പ് പോവും. ഓ അത് ശരി. കപ്പലണ്ടി ഉണ്ട്, ചെറിയ ബ്ലോക്കല്ല ആവും. കപ്പലണ്ടി ഇറങ്ങിപ്പോയി വാങ്ങിക്കണ്ടേ, പിന്നെ വെറുതെ ആവും, അവര് കൊണ്ടുതരും. എന്റെ 50 രൂപ ചില്ലറ ഉണ്ട് ബാഗില്. ഞാനൊരു കപ്പലണ്ടി വാങ്ങിച്ചിട്ട് വരാം. എടുക്കട്ടെ പോലെ ഞാൻ പോകും. കപ്പലണ്ടി ഒരു പാക്കറ്റ്. അയ്യോ മിനിറ്റ്, മേനു എന്റെ ബാഗിലല്ല, മേനുന്റെ പേഴ്സിലാണ് 50 രൂപ ഉള്ളത്. ഞാൻ നേരത്തെ കടയിൽ ഡിക്കിയില് വേണം എനിക്ക് കപ്പലണ്ടി പ്ലീസ്. ഇപ്പൊ ഫോണൊന്ന് തരോ, ഫോണൊന്ന് തരോ? ഇല്ല ഇല്ല, ഞാൻ നോക്കണ്ട്. വേണോ ഞാൻ പിടി, ഞാൻ കൊണ്ടുതരാം. ഒന്ന് മതി. എത്ര 10 രൂപ തോന്നുന്നു ഒരെണ്ണം. എങ്ങനെയാണ് കിട്ടേണ്ടത്?
ഞാൻ 50 രൂപ എടുത്തപ്പോൾ അയാൾ ഫസ്റ്റ് 3 തന്ന്. അതെന്താ 50 രൂപ 3 കണക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം മതിയെന്ന്. അപ്പോൾ അയാൾ ഇല്ല 30 രൂപ. 50 രൂപ എടുത്തപ്പോൾ 3 തന്നത്. അപ്പോൾ എത്ര രൂപയെ? 50 രൂപ 10 രൂപ 50 രൂപ കൊടുത്ത് 5 തരണ്ടേ? 10 രൂപ അല്ല. 10 രൂപ അല്ല. 20 രൂപ എടുത്തിപ്പോ ഒന്നിന്. അപ്പോൾ 30 രൂപ ഒന്നല്ല. അപ്പൊ 20 അല്ലേ? 50 20. ഇതന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയപ്പോ. 2 വീലർ ഫസ്റ്റ് പോകുന്ന പറഞ്ഞിട്ട് കാറാരം പോണ പോട്ടെ. ഓ ഇവിടെ നല്ല കളക്ഷനുള്ള സൈഡാണ്. അല്ലേ? മേനെന്താ പറയുന്നത്? കോമഡി ഉണ്ടെന്ന്. നിന്റെ ഞാൻ പറയാം. നിന്റെ കപ്പലണ്ടിയാ? അതായത് ഗൈസ് ഓക്ക് കപ്പലണ്ടി വേണം എന്നിട്ട് കപ്പലണ്ടി മേടിക്കാൻ പോയി. അത് പേഴ്സണ് 50 രൂപ കൊടുത്തേ. 50 രൂപ കൊടുത്തിട്ട് പന്ന് വാങ്ങിച്ചിട്ട് എന്നിട്ട് ഞാൻ ചോദിച്ചു എത്ര പൈസ അയച്ചു. അപ്പൊ പറഞ്ഞ് പിന്നെ ഒന്നിന് 10 രൂപ തോന്നുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാക്കി എത്ര തന്ന്? 30 രൂപ തന്നു. ഞാൻ പറഞ്ഞു ബാക്കി 30 രൂപ തന്നാ പിന്നെ ഒന്നിന് 20 രൂപ അല്ലേ? അങ്ങനെ പറഞ്ഞു. 50 എടുത്തപ്പോ 3 അത് അയാള് സ്പെഷ്യൽ ഓഫർ ഇട്ടത്. പിന്നെ ഓഫർ എന്നല്ല, അയാള് 50 രൂപക്ക് 3 കൊടുക്കുമ്പോ എത്ര ഒന്നിന് എത്ര 20 ആവുമ്പോ 10 രൂപ കുറച്ച് 20 ഇല്ല. ഇല്ലെന്നല്ലേ വഴി നോക്കട്ടെ. ഇല്ലല്ലോ വഴി അറിയില്ല ഗൈസ്. വഴി നോക്കി പോവാം. ഇപ്പൊ ഗൈസ് എനിക്ക് വാങ്ങിച്ച കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ആണല്ലേ? പെണ്ണാണ്. ചാന്തപ്പെട്ടോ? ചാന്തോട്ട് നീയല്ല എങ്ങനെ സംസാരിച്ചു? ഞാനാ എന്റേതാണ്. അപ്പൊ ഇത് മേന് തിന്നു. അത് പറയാ കണക്ക് പറയുന്നത് കഴിച്ചു. ഇത്രയാണ് കടലാക്കി തന്നെ. ഇത്ര ഇതിപ്പോ വീഡിയോ ഓഫ് ചെയ്ത് എന്റെ ഫുള്ള് കൊടുക്കും. ഫുള്ളാക്കി എടുക്കുന്നത് ഞാൻ എടുക്കൂല കാശ്. വീഡിയോ ഫുൾ ഓൺ ആക്കിട്ടോ വെറുതെ. വഴി നോക്കാം നമുക്ക്. പക്ഷെ കടല തീർക്കട്ടെ. അപ്പൊ നമ്മളൊരു കോഴിക്കടയുടെ ഫ്രണ്ടിൽ കറക്റ്റ് നിർത്തിയത്. അപ്പൊ കോഴിന്റെ ഒച്ച ഇട്ടപ്പോ ഞാൻ പറഞ്ഞു മേനു ഇത് കോഴീന്റെ ഒച്ച. അപ്പൊ മേനു കോഴി വാങ്ങിക്കാൻ പോയി. സാധാരണ ഞങ്ങൾക്ക് കോഴി തിന്നണമെന്ന് കൊതിയാവണ സമയത്ത് എവിടെ അന്വേഷിച്ചാലും കോഴി തീർന്നുണ്ടാവും. ഇപ്പൊ കറക്റ്റ് കോഴിക്കടേന്റെ മുമ്പിൽ നിർത്തിയിട്ടത് വഴി അന്വേഷിക്കാൻ വേണ്ടിയിട്ടും. ഇതൊക്കെ ഒരാൾ കപ്പലണ്ടി എന്നിട്ട് വണ്ടിയിൽ മൊത്തം ഇതാക്കിട്ട് കോഴി വെച്ചിട്ടൊക്കെ. അപ്പൊ ഗായ്സ് നമ്മളങ്ങനെ പോയിട്ട് ഫുള്ള് പർച്ചേസും കാര്യമെല്ലാം കഴിഞ്ഞ് അതിന്റെ ഇടയിലാണ് ഇവള് ഇടക്ക് ഷൂട്ട് ചെയ്തോണ്ടുണ്ട്. കപ്പലണ്ടി വാങ്ങിക്കണവരെ കൊണ്ടുവന്ന് നിർത്തി. ഓൾ ആ കപ്പലണ്ടി മേടിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഒന്നും കൂടി വണ്ടി നിർത്തിയിട്ട് രണ്ടാമത് ഒന്നും കൂടി പോയി 2 കപ്പലണ്ടി വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, അത് മേടിച്ച് സംബന്ധിച്ചെങ്കിൽ ഇതൊന്നും ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ. കാരണം ഇവിടെ ആ കപ്പലണ്ടി മേടിക്കുന്ന സമയത്തൊക്കെ ഫുള്ള് ഗോപർ റെക്കോർഡാക്കി വെച്ചു. അടുത്ത് വീഡിയോ എത്തിയ വരെ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോ 2% ആയിരുന്നു ഇതില് ചാർജ്. സാധനം ഓഫായി പോയി ഗൈസ്. പിന്നെ നമുക്ക് എത്തിയിട്ട് വീഡിയോ എടുക്കണം എന്ന് നമ്മൾ വിചാരിച്ചു. അത് ഫ്ലോപ്പായി. ബാക്കി നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും വീഡിയോ നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി എടുക്കാൻ പറ്റാത്തതിലും ഇതിലും എന്താ പറയാ, അവിടെ പോയിട്ട് വേനും കളിയാക്കണല്ലോ, വീഡിയോ എടുക്കണ്ടേ, ചാർജ് തീർന്നു. അപ്പൊ എന്തായാലും അതില് നമ്മള് ക്ഷമ ചോദിക്കുന്ന ബാക്കി കട്ടായതില്. അപ്പൊ എന്തായാലും ഫുഡെല്ലാം കഴിച്ചിട്ടോ. അവിടെ ഫുഡെല്ലാം കഴിച്ച് നമ്മള് മെല്ലെ ഇറങ്ങിയതാണ്. കൊറേ ലേറ്റ് ആയി, കുറച്ച് മെല്ലെ സംസാരിച്ചു. കുഞ്ഞാവൊക്കെ ഉണ്ടായപ്പോ ജസ്റ്റ് ഇങ്ങനെ കളിച്ചോണ്ടിരുന്നു. അപ്പൊ ഓക്കെ, എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പൊ എന്തായാലും വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.